ഈ ചെറുകഥയുടെ ബാക്കി. പതുക്കെ കിതപ്പാറി. അവളുടെ ചാരം പറന്ന കണ്ണുകൾ തിളങ്ങി. വരണ്ട ചുണ്ടുകളിൽ നിന്നും കാലം അടർന്നു വീണു. അവൾ വീണ്ടും അടുക്കളയിലെത്തി. ചോറും മാംസവും തയ്യാറാക്കി. പണി കഴിഞ്ഞപ്പോൾ കുളിക്കാൻ പുറപ്പെട്ടു. നട്ടുച്ചക്കാണ് ഊട്ട്. അതിനു മുമ്പ് കുളിച്ചെത്തണം. അവൾ തലയിൽ എണ്ണ പൊത്തി. പണ്ടെന്നോ വാങ്ങി പെട്ടിയിലിട്ട വാസന സോപ്പ് തെരഞ്ഞെടുത്തു. കുന്നിനു താഴെയുള്ള ചിറയിൽ ചെന്ന് വിസ്തീകരിച്ച് തേച്ച് കുളിച്ചു. അവളിൽ വേല കത്തിയെരിഞ്ഞുകൊണ്ടിരുന്നു. തകരപ്പെട്ടിക്കടിയിലെ കസവുമുണ്ടും വേഷ്ടിയും പുറത്തു വന്നു. മുഖക്കണ്ണാടിയുടെ തുണ്ടു വന്നു. പണ്ടെന്നോ കരുതിയ പൗഡറും ഉണങ്ങിയ വരണ്ട ചാന്തും വന്നു. കൺമഷിയും നിറം കെട്ട കുപ്പികളകളും വന്നു. പാറുക്കുട്ടി ചമഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ വായിലേക്ക് വെറ്റില തിരുകി. തളിർവെറ്റിലയും പൊതിയടക്കയും കൂടി ചവച്ചരച്ചപ്പോൾ അവളുടെ ചുണ്ടുകളിൽ ചോര പൊടിഞ്ഞു. വാതിലടച്ച് മുറ്റത്തെത്തിയപ്പോഴേക്കും വെയിലുരുകുന്ന മാനം അവൾക്ക് മീതെ മുത്തുകുട നിവർത്തി. അടക്ക മണിയൻ മെരിഞ്ഞുകിടക്കുന്ന ചരൽപ്പറമ്പിലൂടെ കുന്നിറങ്ങുമ്പോൾ കുന്നിൻ ചെരുവിലെ കരിമ്പനയിൽ നിന്നും ഏതോ പക്ഷി പാറുക്കുട്ടിയെ നോക്കി ഉറക്കെ ചോദിച്ചു, "എന്താ പാറുക്കുട്ടിയടുത്ത് കോപാലേട്ടൻ വന്നോ?" അവൾ മേലോട്ട് നോക്കി. പക്ഷി ചിറകെട്ടടിച്ചു മേലോട്ട് പറന്നു. ചിറ കടക്കവേ പാടങ്ങളിൽ ഓടിത്തിമർക്കുന്ന കുട്ടികൾ അത്ഭുതം കൂറിയ കണ്ണുകളോടെ അവളെ നോക്കി നിന്നു. അവരുടെ ചുണ്ടുകളിൽ മനസ്സ് പിടഞ്ഞു. "എന്താ അച്ചിയേ, ഗോപാലേട്ടൻ വന്നോ?" അവൾ കുട്ടികളെ നോക്കി കണ്ണുരുട്ടി. കുട്ടികൾ പാടങ്ങളിൽ ചിതറി. അവൾ വരമ്പ് മുറിച്ചു വർഷങ്ങൾ മുറിച്ചു നടന്നു പാലത്തറയിൽ എത്തവേ അവളുടെ മേനി പൊട്ടിച്ച് തരിച്ചു. കാലങ്ങൾക്ക് ശേഷം ഒരു വേല. തരിശായി കിടക്കുന്ന കണ്ടങ്ങളിൽ തിങ്ങിക്കൂടിയ ഗ്രാമം. ശിരസുകൾക്ക് മീതെ അടയാഭരണങ്ങൾ വെട്ടിത്തിളങ്ങുന്ന കാളകളും കുതിരകളും. പോക്കുവെയിലിൽ മുക്കി നിറം വരുത്തിയ തട്ടിന്മേൽ കൂത്തുകാരുടെ കിരീടങ്ങൾ. പാലമുത്തിയിൽ സമർപ്പിച്ച ഗ്രാമീണരുടെ ചുണ്ടുകളിൽ കാലത്തിൽ നിന്നും ഏറ്റുവാങ്ങിയ ശബ്ദം, "കാവുകേറമ്മേ കാവുകേറ്."